Hello dear students, welcome back to ISKS English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ 2025 ടെക്സ്റ്റ് മാറി വന്ന് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും ക്വസ്റ്റ്യൻസും എന്തെല്ലാം ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്ത് വ്യത്യാസമാണ് നമുക്ക് ആ പാറ്റേണിൽ വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാധാരണ കഴിഞ്ഞ വർഷത്തിലൊക്കെ വന്ന പോലെ തന്നെ ഒരു പാസേജ് തന്നിട്ട് പാസേജിൽ നിന്നും എടുത്തെഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ പാസേജ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ചാപ്റ്ററിനാണ്. അതായത് നോക്കൂ, ക്വസ്റ്റ്യൻസ് 1 to 3. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇത് ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു പാസേജ് ആണ് തന്നിട്ടുള്ളത്. ആ പാസേജിന്റെ കൂടെ പാസേജിൽ നിന്നും 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണുള്ളത്. ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നരേറ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നരേറ്റർ ലാൻഡ് സ്ലൈഡ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ വരി തന്നെ അതാണ് പറയുന്നത്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അതൊരു വലിയ ലാൻഡ് സ്ലൈഡ് ആയിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. ഇത്രയാണ് ഒന്നിൻ്റെ ആൻസർ. അതായത് മണ്ണും മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം കൂടി താഴേക്ക് വന്നിട്ട് പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പറയുന്നത്. നോക്കൂ, രണ്ടാമത്തേത്, വാട്ട് ഡിഡ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു ഡു? പാസഞ്ചേഴ്സ്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ യാത്രക്കാർ എന്താണ് തീരുമാനിച്ചത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നൈൻ. അധിക യാത്രക്കാരും അവർ നൈനിൽ നിന്നും മസോറിയിലേക്ക് പോവല്ലേ, അപ്പം അധിക യാത്രക്കാരും അവര് തിരിച്ച് നൈനിലേക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചത്. എന്നാൽ സം ഓഫ് ദി പാസഞ്ചേഴ്സ് ടെമ്പിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. ആ ബസ്സിൽ നിന്നും ചിലർ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. എ ഫ്യൂ ഓഫ് ദി പാസഞ്ചേഴ്സ് അഗ്രീഡ് വാക്ക് ടു മൊസോറി. എന്ന യാത്രക്കാരിൽ ചിലര് മൊസോറിയിലേക്ക് തന്നെ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇതില് ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നൈൻ. യാത്രക്കാരിൽ അധികവും നൈനിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി പോവാൻ തീരുമാനിച്ചു. ഇത് കറക്റ്റാണ്. രണ്ടാമത്തെ, സം ഓഫ് ദി പാസഞ്ചേഴ്സ് ടംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. യാത്രക്കാരിൽ ചിലര് ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ചിലര്. അപ്പൊ യാത്രക്കാരിൽ ചിലര് എന്നല്ല പറയുന്നത്, അതായത് എവരി വൺ, ഓരോരുത്തരും, എല്ലാ യാത്രക്കാരും എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. പിന്നെ അടുത്തത് സി, എ ഫ്യൂ ഓഫ് ദി പാസഞ്ചേഴ്സ് അഗ്രീഡ് ടു വാക്ക് ടു മസോറി. അതായത് കുറച്ച് യാത്രക്കാർ മസോറിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു, വാക്ക് ടു മസോറി. ഇതും ശരിയാണ്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. അതാണ് ഇവിടെ ഡി പറയുന്നത്, ബോത്ത് എ ആൻഡ് സി. അപ്പൊ അതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എയും സിയും ശരിയാണ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ വേഗം വായിച്ചിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് ആവും. വായിച്ചു കഴിഞ്ഞിട്ട് അത് ശരിയാന്ന് മനസ്സിലാക്കി അതാണ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റും. അപ്പോൾ ഓപ്ഷൻസ് മുഴുവൻ വായിക്കണം. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ്. അതായത് ഇവിടെ നമ്മൾ പാസേജിൽ നിന്നും ഒരു വാക്ക്, ഒരു വേർഡ് നമ്മൾ എടുത്ത് എഴുതണം. ഒരു വേർഡ് മാത്രമേ എഴുതണ്ടുള്ളൂ. അതും ഏത് വേർഡ്? മീൻസ് സ്കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമൈൻസ്. അതായത് ചിന്നി കിടക്കുന്ന അവശിഷ്ടങ്ങൾ. ഈ അർത്ഥം വരുന്ന പദം ഒരൊറ്റ വാക്ക് മാത്രമാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ പാസേജ് ഒന്നുകൂടി വായിക്കൂ. ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഡെബ്രിസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കുക. ഡെബ്രിസ് എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അവശിഷ്ടങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം.
അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് സ്കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമൈൻസ്, ചിന്നിച്ചിതറി കിടക്കുന്ന അവശിഷ്ടങ്ങൾ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു വേർഡ് മാത്രമാണ് എഴുതേണ്ടത്, ഡെബ്രിസ് എന്നുള്ള വേർഡ് മാത്രം. ഇനി ക്വസ്റ്റ്യൻസ് 4 to 6, 4, 5, 6 ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. റീഡ് ദ ലൈൻസ് ഫ്രം ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അതായത് അടുത്ത ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന കവിത വായിക്കുക, ലൈൻസ് വായിക്കുക, കവിതയിൽ നിന്നുള്ള വരികൾ, അതിനുശേഷം ആൻസർ ചെയ്യാം. അതായത് ഇവിടെ 3 സ്റ്റാൻസ് തന്നിട്ടുണ്ട്, പിന്നെ 3 ചോദ്യങ്ങളാണ്, ഒരു ചോദ്യത്തിന് 1 മാർക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാട്ട് എന്താണ്, അക്കോർഡിംഗ് ടു ദ പോയറ്റ്, പോയറ്റിന്റെ അഭിപ്രായത്തിൽ എന്ത്, അല്ലേ, ഈ സ്പെഷ്യൽ അബൌട്ട് ദ സോങ് സങ് ബൈ ദ ബേർഡ്, അതായത് പക്ഷി പാടുന്ന പാട്ടിനുള്ള പ്രത്യേകത എന്താണ്, എന്ത് പ്രത്യേകതയാണ് കവിയുടെ അഭിപ്രായത്തിൽ പാട്ടിനുള്ളത്. അപ്പൊ നോക്കൂ, നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കാണാൻ കഴിയും. എവിടെ കാണാൻ കഴിയും? അതായത് സിങ്സ് ദ സോങ്, സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ആൾ. 2 പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പാട്ടിന് വാക്കുകളില്ല, അത് ട്യൂണാണ്. മറ്റൊന്ന്, ആ പാട്ട് ഒരിക്കലും അവസാനിക്കൂല. ഇതാണ് കവിയുടെ അഭിപ്രായത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ ഫ്രം ദ ഗിവൺ ലൈൻസ്. താഴെ തന്നിരിക്കുന്ന വരികളിൽ നിന്നും മെറ്റഫറിന് ഉദാഹരണം എഴുതാം. എന്താ മെറ്റഫർ? മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. എന്ത് മെറ്റഫർ? മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് കമ്പാരിസൺ. അതായത് ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അതാണെന്ന് പറയാം, ലൈക്കോ ആസോ ഉപയോഗിക്കാതെ, കേട്ടോ. ഇവിടെ എക്സാമ്പിൾ ഈ വരി ഏത്? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, തുകയിലുള്ള ഒരു വസ്തുവാണ് എന്ത്? പ്രതീക്ഷ. അപ്പൊ ഹോപ്പിനെ ഡയറക്ട്ലി കമ്പയർഡ് ടു ദ തിങ് വിത്ത് ഫെദേഴ്സ്. അപ്പൊ ആ വരിയാണ് എന്ത്? മെറ്റഫർ വരുന്നത്. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ചോദ്യമാണ്. വേർ ക്യാൻ വി ഹിയർ ദ സോങ് സങ് ബൈ ദ ബേർഡ്സ്? പക്ഷി പാടുന്ന പാട്ട് നമുക്ക് എവിടെയാണ് കേൾക്കാൻ കഴിയുന്നത്? ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേത് ഇൻ ദ സ്ട്രേഞ്ചസ്റ്റ് വാലി, വിചിത്രമായിട്ടുള്ള വാലിയിൽ, ഇൻ ദ സ്കൈ ആകാശത്ത്, ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്, ചില്ലസ്റ്റ് ലാൻഡിൽ. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ബോത്ത് എ ആൻഡ് സി, അതായത് സ്ട്രേഞ്ചസ്റ്റ് വാലിയിലും ചില്ലസ്റ്റ് ലാൻഡിലും. അപ്പൊ നമുക്കിവിടെ ആൻസർ അറിയാം. ഇവിടെ പറയുന്നുണ്ട് ഐ ഹാവ് ഹിയർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ്, ഞാൻ ആ പാട്ട് ചില്ലസ്റ്റ് ലാൻഡിൽ കേട്ടു. അതുപോലെ തന്നെ ഓൺ ദി സ്ട്രോങ്ങസ്റ്റ് സീ, സിയിലും കേട്ടു. എന്നാൽ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് ഇവിടെ ഓപ്ഷനിൽ ഇല്ല. ഇവിടെ സ്കൈയും ഉണ്ട്, അതുപോലെ തന്നെ ചില്ലസ്റ്റ് ലാൻഡും ഉണ്ട്, സ്ട്രേഞ്ചസ്റ്റ് വാലി ഉണ്ട്. അപ്പൊ നമുക്കറിയാം ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി, ചില്ലസ്റ്റ് ലാൻഡ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages ഓഫ് മാൻ. അടുത്തൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്, 7 ages ഓഫ് മാൻ എന്നുള്ള ഷേക്സ്പിയറിന്റെ കവിത. റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ ഐഡിയാസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലൈൻസ് യൂസിംഗ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ വരികളിലെ ആശയത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഹിൻസ് യൂസ് ചെയ്യാം. ഹിൻസ് യൂസ് ചെയ്തിട്ട് ഈ കവിത, ഈ ഭാഗത്തിന്റെ ആശയം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ട്. ഹിൻസിൽ എന്തൊക്കെ പറയുന്നുണ്ട്? അതായത് വേൾഡ് ഈസ് എ സ്റ്റേജ്, ലോകം ഒരു സ്റ്റേജ് ആണെന്നും, മെൻ ആൻഡ് വിമൻ പ്ലേ ഡിഫറെന്റ് റോൾസ്. ഏതൊക്കെയാ റോളുകൾ? ഇൻഫാന്റ്, സ്കൂൾ ബോയ്, ലവർ, സോൾജിയർ എക്സെട്ര. അപ്പൊ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു പാരഗ്രാഫ് എഴുതണം. കൂട്ടത്തിൽ ഈ ഭാഗത്ത് വരുന്ന ലിറ്റററി ഡിവൈസസ്, അതായത് ഈ കവിതയിലെ അലങ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തണം. ഏതുപോലെ സിമിലി, അലിട്രേഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. നമുക്ക് 4 മാർക്കാണ് ആ പാരഗ്രാഫിൽ കിട്ടുന്നത്. ഇനി നമ്മൾ 8 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ്, അതിന് വേണ്ടിയിട്ട് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്.
ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ആ പാസേജിന് താഴെ ഉള്ള ക്വസ്റ്റ്യൻസ് 3 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ടെക്സ്റ്റുവൽ പാസേജ് അല്ല, ടെക്സ്റ്റിന് പുറത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളതല്ല എന്ന് വിചാരിച്ചിട്ട്, ഇത് നമ്മൾ പഠിക്കാത്ത ഭാഗമാണെന്ന് കരുതിയിട്ട് ആൻസർ ചെയ്യാതിരിക്കരുത്. ടെക്സ്റ്റിന് പുറത്ത് നിന്നുള്ള ഒരു പാസേജാണ്. അതായത് ഈ പാസേജ് വായിച്ചിട്ട്, അപ്പോൾ ഇവിടെ നമ്മളുടെ കോംപ്രിഹെൻസീവ് സ്കില്ലാണ് നോക്കുന്നത്, സ്വന്തമായി വായിച്ച് മനസ്സിലാക്കി എഴുതാനുള്ള കഴിവ്. അപ്പോൾ ഇവിടെ 8, 9, 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് 8, 9, അതായത് 8 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 8 to 8 to 10. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡിഡ് ഫ്രെഡ് പോയിന്റ് ഔട്ട് എമംഗ് ദ ട്രീസ്? മരങ്ങൾക്കിടയിൽ ഫ്രെഡ് എന്തിനെയാണ് സൂചിപ്പിച്ചത്, എന്താണ് ചൂണ്ടിക്കാണിച്ചത്? അപ്പോൾ ഈ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് സൂചിപ്പിച്ചത് എന്ന കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഞാനത് പറയുന്നില്ല കൃത്യമായി. ഇത് ആൻസർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആദ്യം പാസേജ് വായിക്കാം, പാസേജ് വായിച്ച് മനസ്സിലാക്കുക, ശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വായിക്കാം. നോക്കൂ, 9ാമത്തേത് കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പൂർണ്ണമാക്കണം. ബിഫോർ സപ്പർ, സപ്പറിന് മുൻപ് അല്ലെ, അത്താഴം, വൈകുന്നേരത്തെ വൈകിട്ടുള്ള ഭക്ഷണത്തിന് മുൻപ്, ദ ബോയ്സ് ഡാഷ്, ബോയ്സ് എന്താ ചെയ്ത്? 4 ഓപ്ഷൻ ഉണ്ട്. ക്ലീൻഡ് ഔട്ട് ദ ഹട്ട്, ഹട്ട് കുടിൽ ക്ലീൻ ചെയ്തു. ഓപ്പൺഡ് ദ ഡോർ, ഡോർ തുറന്നു. സാറ്റ് ആൻഡ് ടോക്ക്ഡ്, ഇരുന്ന് സംസാരിച്ചു. ലിറ്റ് എ ഫയർ, ഫയർ തീ കത്തിച്ചു. അപ്പൊ ഇതിൽ നൗ ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇനി എന്ത് ചെയ്യാം, ഇതിൽ ഓപ്ഷൻ എ, സി, ഉത്തരം എ ആണെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സി ആണെന്നുള്ളതുണ്ട്. ബോത്ത് ബി ആൻഡ് ഡി, അതായത് ബി ആൻഡ് ഡി, ഹട്ട് ക്ലീൻ ചെയ്തു എന്നുണ്ട്, കത്തിച്ചു എന്നുണ്ട്. ഇനി നൺ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്നും ആൻസർ അല്ല എന്നുള്ളതുണ്ട് കേട്ടോ. നൺ ഓഫ് ദി അബവ്, അതായത് ബോത്ത് ബി ആൻഡ് ഡി പറയുന്നുണ്ട്, ബിയും ഡിയും ആൻസർ ആണെന്ന്. ഇനി പുതിയൊരു ഓപ്ഷനാണ് എന്ത്? നൺ ഓഫ് ദി അബവ്, മുകളിൽ പറഞ്ഞിരിക്കുന്നതൊന്നും ആൻസർ അല്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഫ്രെയിം ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്, അനുയോജ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം. ഏതിനാ ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്? യു ഹാവ് ഗിവൺ അസ് എ ലോട്ട് ഓഫ് ട്രബിൾ, ഇതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ, പിന്നെ ഡാഷ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിന് വരുന്ന ഒരു ചോദ്യത്തിന്റെ രീതി. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കുക. ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ? ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ട്. ഹാവ് എന്നുള്ളതാണ് എന്ത്? ഓക്സിലറി വെർബ്. അപ്പൊ നമ്മൾ ആദ്യം ഹാവ് എഴുതി. ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. അതായത് ഇതിൽ നോ എന്നുള്ളതോ നോട്ട് എന്നുള്ളതോ നൺ എന്നുള്ളതോ നോൺ എന്നുള്ളതോ ഒന്നും കാണാനില്ല. പിന്നെ നമ്മൾ നോക്കുന്നു സെമി നെഗറ്റീവ്സ് ഉണ്ടോ, അതായത് ലിറ്റിൽ, സെൽഡം, ഫ്യൂ, ഹാർഡ്ലി, ബെയർലി, ഇതുപോലുള്ള സെമി നെഗറ്റീവ്സ് അതും കാണാനില്ല. അപ്പൊ നമ്മൾ നോട്ട് ഷോർട്ടാക്കിയിട്ട് നമ്മൾ ചേർത്തു. നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം, അതായത് ഹാവിൻഡ്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എവിടെ ഉണ്ടാവുക? സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കത്തിൽ ഉണ്ടാവും. ഇനി ആ സബ്ജക്റ്റിന്റെ പ്രോനൗൺ രൂപമാണ് എഴുതേണ്ടത്. പ്രോപ്പർ നൗൺ ആണെങ്കിൽ പ്രോനൗൺ എഴുതണം. ഇവിടെ തന്നിരിക്കുന്നത് തന്നെ പ്രോനൗൺ ആണ്, യു എന്നുള്ളത്. നമുക്ക് ആൻസർ കിട്ടി. എന്താ ആൻസർ? ഹാവ് ഇൻഡ് യു. എന്താ ക്വസ്റ്റ്യൻ ടാഗ്? ഹാവ് ഇൻഡ് യു. ഇനി ക്വസ്റ്റ്യൻസ് 11 to 13, ആൻസർ ഈതർ എ ഓർ ബി. ഇവിടെ 11 മുതൽ 13 വരെ ക്വസ്റ്റ്യൻസിന് ഓരോന്നിൻ്റെ കൂടെയും എയും ബിയും ഉണ്ടാവും. നിങ്ങൾ അതിൽ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി ആൻസർ ചെയ്യാം. എയും ബിയും കൂടിയിട്ട് ഒരു നമ്പറിൻ്റെ ആൻസർ ചെയ്യണ്ട. ഇപ്പോൾ ഒരു കുട്ടിക്ക് 11-ൽ ബി ആണ് അറിയുന്നതെങ്കിൽ 11-ൽ ബി ആൻസർ ചെയ്യാം. 12-ൽ എ ആണ് അറിയുന്നതെങ്കിൽ 12-ൽ എ ആൻസർ ചെയ്യാം. ഈ ക്രമത്തിൽ എന്ത് ചെയ്യാം? അറിയുന്നത് ആൻസർ ചെയ്യാം. അപ്പൊ നോക്കൂ, 11 എ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് കേട്ടോ.
11 മുതൽ 13 വരെ. അപ്പൊ 11, 12, 13 മൂന്നെണ്ണം ആൻസർ ചെയ്യണം. 3, 4, 12 മാർക്കാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സെക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ 12 മാർക്ക് നമുക്ക് നഷ്ടമാവും. ഇതിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ? ദ അൺഎക്സ്പെക്റ്റഡ് ലാൻഡ് സ്ലൈഡ് ആൻഡ് ദി ഫാളിംഗ് ഓഫ് ദി ഡെബ്രിസ് ഓൺ ഹിസ് വേ ടു മുസോറി ഡിസ്റ്റർബ്ഡ് മണി. അതായത് മൊസോറിയിലേക്കുള്ള യാത്രയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച മണ്ണിടിച്ചിൽ മണിയെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ ഒരുപാട് ഡിസ്റ്റർബ്ഡ്, അവന് ബുദ്ധിമുട്ടുണ്ടാക്കി, അവനത് പ്രയാസമായി. അന്നേ ദിവസം ലേറ്റ് ഇൻ ദ ഈവനിങ്, അന്ന് വൈകിട്ട് മണി ജോട്ടഡ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി. അന്ന് രാത്രിയിൽ മണി തൻ്റെ ഫീലിങ്സ് തൻ്റെ ഡയറി രൂപത്തിൽ എഴുതാണ്. ഇനി നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അന്ന് രാത്രി മണി എഴുതുന്ന ഡയറി നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് ഈ ചാപ്റ്ററിൽ. അതെന്താ? അബ്ദുൽ കലാംസ് eagerness to support his family is quite commendable. തൻ്റെ കുടുംബത്തെ സഹായിക്കാനുള്ള കലാമിൻ്റെ ആ ഒരു ആവേശം കമൻറ്റബിൾ, നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യം, ആ പ്രായത്തിലാണ് കുടുംബത്തിന് വേണ്ടി അത്തരമൊരു റിസ്ക് ഏറ്റെടുക്കാൻ കലാം തയ്യാറായത്. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ലിറ്റിൽ തിങ്സ് മാറ്റർ. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്നുള്ള കലാമിനെ സംബന്ധിക്കുന്ന ആ ഒരു പാഠം അല്ലെങ്കിൽ ആ ഒരു ലേഖനം, അത് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് യങ് അബ്ദുൽ കലാം. യങ് അബ്ദുൽ കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. അപ്പോൾ 11 A or B ആണ് ആൻസർ ചെയ്യേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ 12A, അതും കലാമിനെ കുറിച്ചാണ്. 12A കലാം എന്നല്ല കേട്ടോ, 12A അവിടെ ആ ബ്രാക്കറ്റ് പോയതാ. 12A Kalam had to deliver newspapers to residents of Rameshwaram every day before he left for school. കലാം സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് രാമേശ്വരത്ത് താമസിക്കുന്നവർക്ക്, റെസിഡൻസ് താമസക്കാർ, അവർക്ക് കലാം എന്ത് ചെയ്തു? പത്രം വിതരണം ചെയ്തു. അപ്പോൾ പത്രം ഡെലിവറി ചെയ്ത ശേഷമാണ് കലാം സ്കൂളിലേക്ക് പോയത്. അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുൻപ് കലാമിന് പത്രം എല്ലാ ദിവസവും വിതരണം ചെയ്യണമായിരുന്നു. He had a conversation with one of his friends regarding his routine. തൻ്റെ ദിനചര്യ, താൻ ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം ചെയ്യുന്നു താൻ, ഇത്തരത്തിലുള്ള തൻ്റെ റൂട്ടീൻ തൻ്റെ സുഹൃത്തുമായിട്ട് കലാം പങ്കുവെക്കുന്നു. കലാം ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. റൂട്ടീൻ ആൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്, തൻ്റെ ദിനചര്യയും അതിൻ്റെ പിറകിലുള്ള കാരണങ്ങളും. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് ഫ്രണ്ട്. കലാമും തൻ്റെ സുഹൃത്തും തമ്മിലുള്ള ഈ സംഭാഷണം തയ്യാറാക്കുക. ഇനി 12 B ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ യൂസിങ് സ്യൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ്. ഒരു ചിത്രം നിങ്ങൾക്ക് കാണാനില്ലേ? ആ ചിത്രം എന്താണെന്ന് നിങ്ങൾ വിവരിക്കാം. പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. അത് വിവരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള അഡ്ജക്റ്റീവ്സ്, വിവരണങ്ങൾ, വിശേഷണ പദങ്ങളും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി 12 B ക്വസ്റ്റ്യൻ. 12 B ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ചിത്രം ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി 13 A, മണി ആൻഡ് ഗ്രാനി ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ ദ ജേർണി ആഫ്റ്റർ ദ ലാൻഡ് സ്ലൈഡ്. ആ ലാൻഡ് സ്ലൈഡിന് ശേഷം യാത്ര തുടരാൻ മണിയും ഗ്രാനിയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർക്ക് യാത്ര പ്രയാസകരമായിട്ട് അവർ കാണുന്നു. ഈ സമയത്ത് മണി സെൻസ് ആൻ ഇമെയിൽ to the office of Border Roads Organization in Missouri. മുസോറിയിലെ ബ്രോഡർ റോഡ്സ് ഓർഗനൈസേഷന് ഒരു ഇമെയിൽ അയക്കുന്നു. എന്താവശ്യപ്പെട്ടുകൊണ്ട്? ടു ക്ലിയർ ദ റോഡ് ആൻഡ് എൻഷുർ നെസസറി അറേഞ്ച്മെന്റ്സ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻ. അതായത് റോഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയും
അതുപോലെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ട അറേഞ്ച്മെന്റ്സ്, അത്യാവശ്യ അറേഞ്ച്മെന്റ്സുകൾ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രാഫ്റ്റ് ദ ലൈക്ക്ലി ഇമെയിൽ. ഇവിടെ ഒരു ഇമെയിൽ അയക്കാനാണ് ചോദ്യം. നിങ്ങൾ ഒരു ഇമെയിൽ എഴുതിയിട്ടുണ്ടോ? എങ്ങനെ ഇമെയിൽ അയക്കുക? എന്താണ് അതിൻ്റെ രൂപം? അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇമെയിൽ അയക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമെയിൽ ആർക്കാണോ കിട്ടേണ്ടത്, കിട്ടേണ്ട ആളുടെ ഇമെയിൽ ID എഴുതുക. കിട്ടേണ്ട ആളുടെ ഇമെയിൽ ID. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? അതായത് ബ്രോഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്നിട്ട് വേണമെങ്കിൽ മുസോറി എന്നുള്ളതിൻ്റെ ഷോർട്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ MSR എന്തെങ്കിലും കൊടുത്തിട്ട് @gmail.com. അപ്പം ഇത്തരത്തിൽ നമ്മൾ സാധാരണ നമുക്കൊക്കെ മെയിൽ ID ഇല്ലേ, അതുപോലെ ഒരു മെയിൽ ID നമ്മൾ എന്ത് ചെയ്യണം ആദ്യം. കാരണം നമ്മൾ നോക്കുക എങ്ങോട്ടാണ്, ആർക്കാണ് മെയിൽ അയക്കാൻ പറഞ്ഞത്, ആ ആളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID നമ്മൾ എഴുതി വെക്കുക. അപ്പം നമ്മൾ 2 എഴുതുക എന്ന 2 കുത്തിട്ടിട്ട് ആ കിട്ടേണ്ട ആളുടെ മെയിൽ ID നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് സബ്ജക്റ്റ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. എന്താവശ്യപ്പെട്ടിട്ടാണോ മെയിൽ അയക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ക്ലിയർ ദ റോഡ് ആൻഡ് എൻഷുർ നെസസറി അറേഞ്ച്മെന്റ്സ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻ. നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് സബ്ജക്റ്റ് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്താണ് എഴുതേണ്ടത്, അഡ്രസ് ചെയ്യാണ് വേണ്ടത്, അഭിസംബോധന. അതായത് ഡിയർ സർ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ആരാ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് അയാം. അപ്പോൾ ഇവിടെ മണി എഴുതുന്ന പോലെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഐ ആം മണി സ്റ്റഡിങ് ഇൻ 8th സ്റ്റാൻഡേർഡ് എന്നോ, അപ്പോൾ മണി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നില്ലേ. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം എന്ത് ചെയ്യാം, അവൻ പറയണം ഓൺ മൈ വേ ടു മുസോറി ദർ വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്, അല്ലെ വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്, റോഡ് വാസ് ബ്ലോക്ക്ഡ്, റോഡാകെ ബ്ലോക്കാണ്, യാത്രക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ നമുക്ക് പറ്റുന്ന പോലെ എന്ന കുറഞ്ഞ വാക്കുകളിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, റോഡ് ക്ലിയർ ചെയ്യുക. അപ്പം ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട് ആ ഒരു വരി, അതായത് നമ്മൾ അവിടെ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് ആവശ്യപ്പെടുന്നത്, ക്ലിയർ ദ റോഡ് ആൻഡ് എൻഷുർ നെസസറി അറേഞ്ച്മെന്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയാൻ പറ്റും എന്ത്, പ്ലീസ് കൺസിഡർ ഇറ്റ് ആസ് മൈ റിക്വസ്റ്റ് ടു ക്ലിയർ ദ റോഡ് ആൻഡ് എൻഷുർ നെസസറി അറേഞ്ച്മെന്റ്സ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻ എന്നൊക്കെ എഴുതിയിട്ട് അവസാനം എന്ത് ചെയ്യാണ്, ഒരു താങ്ക്സ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ താഴെ യുവേഴ്സ് സിൻസിയർലി, പിന്നെ നമ്മൾ അയക്കുന്ന ആളുടെ പേര് അതുപോലെ തന്നെ അതിന് താഴെ മെയിൽ ID എഴുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഇനി 13-ലെ B ക്വസ്റ്റ്യൻ എന്താണ്, റീഡ് ദ പിക്ചർ ഗിവൺ ബിലോ. ഒരു ചിത്രം തന്നിട്ടുണ്ട്, ആ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇത് ഏത് പാഠഭാഗത്ത് വരുന്ന ഒരു സീനാണ് ഈ ചിത്രം. ഇനി നോക്കൂ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. അല്ല, ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടപ്പോൾ എന്താ തോന്നിയത്, അതായത് ജെറോം ഡോക്ടറുടെ മുൻപിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു രംഗം അല്ലെ, അദ്ദേഹം ഡോക്ടറെ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ രോഗവിവരം എന്താണ് വിഷയം പറയുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നു, അദ്ദേഹത്തിന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാരഗ്രാഫുകളും മറ്റും എഴുതുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണ്ട ആശയങ്ങൾ ചിലപ്പോൾ നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും നോട്ടിൽ. അപ്പൊ അതിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ലെറ്ററിനകത്താണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പൊ ഡയറി, ഇപ്പൊ എന്താ ആ ഒരു കെമിസ്ട്രിന്റെ ഡയറി, അപ്പൊ അതിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇത്തരം ഒരു ആൻസറിന് വേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ പല ആൻസേഴ്സിൽ നിന്നും നമ്മൾ എഴുതിയവരിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്കൊരു ഉത്തരം ഉണ്ടാക്കാൻ പറ്റും. ഇനി 14-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, പ്രൊഫൈൽ എഴുതാനാണ്. പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് എമിലി ഡിക്കിൻസൺ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. എന്തൊക്കെ ഹിൻസാ തന്നിട്ടുള്ളത്, നെയിം എമിലി ഡിക്കിൻസൺ. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എമിലി ഡിക്കിൻസൺ ആണോ പെണ്ണാ, അവരൊരു സ്ത്രീയാണ്. അപ്പൊ നമ്മുടെ ആവശ്യം നോക്കിയിട്ട് നമ്മൾ ഷീ എന്നുള്ള പ്രോനൗണും അതിന്റെ ഹെർ എന്ന രൂപമാണ് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത് അല്ലെ. ഫസ്റ്റ് തന്നിട്ടുള്ളത് ബർത്ത് ആണ്, 10th December 1830
മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്താണ് ഇവിടെ അവർ ജനിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എമിലി ഡിക്കിൻസൺ വാസ് ബോൺ, അങ്ങനെയല്ലേ എഴുതുക, ഓൺ 10th December 1830 ഇൻ മസാച്യുസെറ്റ്സ്. ഇനി ഫേമസ് ആസ് അമേരിക്കൻ പോയറ്റ്, ഇവിടെ നമ്മൾ കൊടുക്കേണ്ട എന്താ, ഷീ വാസ് ഫേമസ് ആസ് ആൻ അമേരിക്കൻ പോയറ്റ്. പിന്നെ നോൺ ഫോർ ഇന്നോവേറ്റീവ് സ്റ്റൈല്, ഷീ വാസ് നോൺ ഫോർ ഹെർ ഇന്നോവേറ്റീവ് സ്റ്റൈൽ. നമ്മളിങ്ങനെ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം. ഷീ വാസ് നോൺ, അവരറിയപ്പെട്ടിരിക്കുന്നത് ഫോർ, എന്തുകൊണ്ടാ, ഹെർ ഇന്നോവേറ്റീവ് സ്റ്റൈൽ. ഈ ഫോർ ഇന്നോവേറ്റീവ് സ്റ്റൈൽ എന്ന് കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ അവരുടെ നൂതനമായിട്ടുള്ള. ഇനി നോക്കൂ, തീംസ്, അവരുടെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവിതയിൽ എന്തെല്ലാം വിഷയങ്ങളാണ് വന്നിരുന്നത്. അപ്പൊ ഹെർ തീംസ് വേർ എന്തൊക്കെയായിരുന്നു, ഡെത്ത്, ഇമ്മോർട്ടാലിറ്റി ആൻഡ് നേച്ചർ. ഇനി ഹെർ നോട്ടബിൾ വർക്ക്സ് ആർ, നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ ആറ് കൊടുക്കണം. നോട്ടബിൾ വർക്ക്സ് ആർ ഏതൊക്കെയാ, ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, കോമ ഐ ഹിയർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ്, ആൻഡ് അവസാനത്തേന് മുൻപ് ആൻഡ് കൊടുത്തിട്ട് സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. ഇനി ഡെത്ത്, ഷീ ഡൈഡ് ഓൺ, അവിടെ നമ്മൾ വാസ് കൊടുക്കരുത്. ബോൺ പറയുമ്പോൾ ഷീ വാസ് ബോൺ എന്ന് പറയണം. എന്നാൽ ഡൈഡ് പറയുമ്പോഴോ ഷീ ഡൈഡ് ഓൺ, ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട് 15-ാം തീയതി, സോ ഓൺ കൊടുത്തത് കേട്ടോ. ഡൈഡ് ഓൺ 15th May 1886. ഇനി ക്വസ്റ്റ്യൻസ് 15 മുതൽ 17 വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്നത് പത്രത്തിലെ ഹെഡ്ലൈൻസ് ആണ്, അതായത് വാർത്തയുടെ തലക്കെട്ടുകൾ. എത്ര ഉണ്ട്, 1, 2, 3, 4 എണ്ണം ഉണ്ട്. കണ്ടോ, ഓരോന്നും നിങ്ങൾ വായിക്കണം ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചോദ്യം പല രീതിയിൽ വരും. അതായത് ഒന്നുകിൽ ഇത്തരം ഹെഡ്ലൈൻസ് ആയിട്ട് വരും, അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു കള്ളി തന്നിട്ട് ആ കള്ളിക്കുള്ളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ താഴെയുള്ള ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൃത്യമായിട്ട് ആൻസർ എടുത്തെഴുതണം. ഇനി നോക്കൂ, ഒന്നാമത്തെ ഹെഡ്ലൈൻ എന്താ, ഇന്ത്യ ടു ഇവാക്യുവേറ്റ് നാഷണൽസ് ഫ്രം ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഇവാക്യുവേറ്റ് ചെയ്യുന്നു, അവിടെ നിന്നും സുരക്ഷിതമായിട്ട് കൊണ്ടുവരുന്നു യുദ്ധം നടന്ന സമയത്തെ. പിന്നെ ഇന്ത്യ ക്ലിഞ്ചസ് സീരീസ് വിൻ അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ഇൻ ഫൈനൽ മാച്ച്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മാച്ചസ്, ആ സീരീസ് ഇന്ത്യ വിൻ ചെയ്യുന്നു. ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് ഇൻ ടോക്കിയോ ടു ഡിസ്കസ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ലോക നേതാക്കള് ടോക്കിയോയിൽ മീറ്റ് ചെയ്യുന്നു. ISRO സക്സസ്ഫുള്ളി ലോഞ്ചസ് ന്യൂ വെതർ സാറ്റലൈറ്റ്. ISRO വിജയകരമായിട്ട് പുതിയ വെതർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. ഇനി നമ്മൾ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഐഡന്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് ടെൽസ് അബൌട്ട് ആൻ അച്ചീവ്മെന്റ് ഓഫ് ISRO. ISROയുടെ ഒരു നേട്ടത്തെ കുറിച്ച് പറയുന്ന ഹെഡിങ് ഏതാ, അതായത് അവസാനത്തേത് അല്ലെ, വെതർ സാറ്റലൈറ്റ് വിജയകരമായി. അപ്പൊ ആ ഒരു ഹെഡിങ് കൃത്യമായി നമ്മൾ എടുത്തെഴുതാം, 1 മാർക്ക്. അടുത്തത്, വിച്ച് ഹെഡ്ലൈൻ റിഫ്ലെക്ട്സ് ഇന്ത്യസ് കൺസേൺ ഓവർ എക്സ്പാട്രിയേറ്റ്സ്, അതായത് വിദേശികൾ, മറ്റു രാജ്യങ്ങളിലുള്ള ജോലി ചെയ്യുന്ന ആളുകളില്ലേ, അവരെ കുറിച്ചുള്ള ഇന്ത്യയുടെ ഉത്കണ്ഠ കാണിക്കുന്ന സെന്റൻസ് ഇതിലേതാ, ഒന്നാമത്തേത് അല്ലെ. ഇസ്രായേലിൽ താമസിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് എന്ത് ചെയ്യണം, ഇവാക്യുവേറ്റ് ചെയ്യണം, സുരക്ഷിത സ്ഥാനത്തേക്ക് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞത്. ഇനി 17ാമത്തേത്, വാട്ട് ഇസ് ദ മീറ്റിംഗ് ഓഫ് ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ടോക്കിയോ ഇൻഡിക്കേറ്റ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്. അതായത് ഗ്ലോബൽ ലീഡേഴ്സ്, ആഗോള നേതാക്കള് ടോക്കിയോയില് എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി മീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. ആ ഒരു പറഞ്ഞതിൽ നമ്മൾ ഈ ഒരു ഹെഡിങ്ങിൽ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് കിട്ടുന്ന സൂചന എന്താ, അന്താരാഷ്ട്ര ബന്ധത്തെ കുറിച്ച് നാം ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത് ഈ ഒരു മീറ്റിംഗിൽ നിന്നും. അതായത് 4 ഓപ്ഷൻ ഉണ്ട്. 1, കൺട്രീസ് ആർ കോമ്പീറ്റിംഗ് ഫോർ ടെക്നോളജിക്കൽ ഡൊമിനൻസ്, അതായത് സാങ്കേതിക മേഖലയിലുള്ള ഒരു ആധിപത്യത്തിന് വേണ്ടി രാജ്യങ്ങൾ മത്സരിക്കുന്നു. അതാണോ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല.
there is a growing global consensus on environmental issues. അതായത് പരിസ്ഥിതി സംബന്ധമായ ഇഷ്യൂസ്, പ്രശ്നങ്ങളിൽ ആഗോളതലത്തിൽ ഒരു ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അടുത്തത് നാഷൻസ് ആർ ഫോക്കസിങ് ഓൺലി ഓൺ ദെയർ ഇൻഡിവിജ്വൽ എനർജി നീഡ്സ്. അതായത് രാജ്യങ്ങൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഊർജ സ്രോതസ്സുകൾ, ആവശ്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആർ വീക്കനിങ് ഡ്യൂ ടു വാർ. യുദ്ധം കാരണം നയതന്ത്ര ബന്ധങ്ങളൊക്കെ ദുർബലമാകുന്നു. ഇതിൽ ഏത് കാര്യവുമായിട്ടാണ് ഹെഡ്ലൈൻ മാച്ച് ചെയ്യുന്നത്? അതായത് എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ ലോകരാജ്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം, ഒരു ഒത്തൊരുമ ഉണ്ട്. ഇനി 18 നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫേസസ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഓപ്ഷൻ ഇല്ല. എവിടം തൊട്ടാണ്? അതായത് നമ്മളുടെ 14ാമത്തെ ചോദ്യം മുതൽ ഓപ്ഷൻ ഇല്ല. നമ്മൾ ആൻസർ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അപ്പൊ നിർബന്ധമായും 14 മുതൽ ഇവിടെ ആൻസർ എഴുതി പോരണം, ഒഴിവാക്കരുത്. അപ്പൊ ഇവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, ഫ്രേസൽ വെർബാണ്. എന്താ ട്രൈ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രൈ ഔട്ട് ചെയ്യുക, ഓരോന്നും ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യാം. ഇനി ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്ക് എന്നാ, ഷോക്ക്. ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലെവലിലേക്ക് എത്തുക, ഒപ്പെത്തുക. മേക്ക് ഔട്ട് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡ് എന്നാണ് മേക്ക് ഔട്ട്. അപ്പൊ മെയ്ഡ് ഔട്ടോ അണ്ടർസ്റ്റുഡ്. ഇനി നമുക്കിങ്ങനെ വായിക്കാം. ദ ഐ സ്പെഷ്യലിസ്റ്റ് വാസ് ഡാഷ് വെൻ ഹി ഫൗണ്ട് ഔട്ട് ദ റിയൽ കണ്ടീഷൻ ഓഫ് ഗ്രാനീസ് ഗ്ലാസസ്. ഗ്രാനിയുടെ ഗ്ലാസിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് ടേക്കൺ എ ബാക്ക്, ഷോക്ക്ഡ് അല്ലെ. ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞെട്ടി അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഡാഷിൽ എഴുതേണ്ടത് ടേക്കൺ എ ബാക്ക് ആണ്. ഹി കുഡ് ഈസിലി ഡാഷ് ദാറ്റ് ദേ വേർ നോ ലോങ്ങർ യൂസബിൾ. അവ യൂസബിൾ, അവ ഉപയോഗിക്കാവുന്നതല്ല, അവ ഉപയോഗിക്കാൻ പറ്റുന്നവയല്ല എന്ന് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പൊ എന്താണ് അവിടെ വരിക? ഹി കുഡ് ഈസിലി മേക്ക് ഔട്ട്, വളരെ എളുപ്പത്തിൽ അദ്ദേഹം മനസ്സിലാക്കി. മേക്ക് ഔട്ട് എന്താ മനസ്സിലാക്കിയത്? ദാറ്റ് ദേ വർ നോ ലോങ്ങർ യൂസബിൾ. ആ ഗ്ലാസ്, ആ കണ്ണാട എന്തല്ല കണ്ണട എന്തല്ല പെട്ടെന്ന് ഉപയോഗിക്കണം. ആ ഗ്ലാസസ് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, ഉപയോഗിക്കാൻ പറ്റുന്നതല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് എന്താ ഗ്രാനിയോട് പറഞ്ഞത്? ഹി ടോൾഡ് ഗ്രാനി ടു ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അതായത് വെച്ച് നോക്കാൻ പറഞ്ഞു. എന്ത്? ഡിഫറെന്റ് ലെൻസസ്, വ്യത്യസ്തമായിട്ടുള്ള ലെൻസുകൾ നോക്കാൻ പറഞ്ഞു. നോക്കൂ, 19ാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനാണ്. എന്താ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? തെറ്റ് തിരുത്തുക, എറേഴ്സ് ഉണ്ടാവും, അത് കറക്റ്റ് ചെയ്യാം അല്ലെ. 3 മിസ്റ്റേക്സ് ആണ് ഇതിലുള്ളത്. നോക്കൂ, നമുക്കൊന്ന് വായിക്കാം. കാരണം അര മാർക്കുള്ളൂ കേട്ടോ. ഒന്നിന് 4 എണ്ണം ഉണ്ട്, അര മാർക്കുള്ളൂ. മൊത്തം 2 മാർക്കാണ്. നോക്കൂ, ഹൗഎവർ മൈ ന്യൂ ജോബ് ഹാഡ് ടു ബി ഫിറ്റ്. ആ ഫിറ്റ് ആണ് ഇവിടെ വിഷയം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? മൈ ജോബ് ഹാഡ് ടു ബി ഫിറ്റഡ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ബി എന്നുള്ളതിന് ശേഷം വെർബിന്റെ 3ാമത്തെ രൂപം, അതായത് ഹാഡ് ടു ബി ഫിറ്റഡ്, അനുയോജ്യമാവേണ്ടതുണ്ട് കേട്ടോ. വെർബിന്റെ 3ാമത്തെ രൂപമാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹാഡ് ടു ബി ഫിറ്റഡ് ഇൻ ടു മൈ റെഗുലർ റൂട്ടീൻ among my siblings and cousins I have shown a early aptitude. ഇവിടെ എ എന്നുള്ളതാണ് മിസ്റ്റേക്ക്. ഈ എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. വേറെ ആർട്ടിക്കിൾ ഏതൊക്കെയുള്ളത്? ദ എന്നുള്ളതും ആൻ എന്നുള്ളതും.
നമുക്കറിയാം വവ്വൽ ശബ്ദമാണെങ്കിൽ ആൻ ഉപയോഗിക്കണം. വവ്വൽ ശബ്ദം നമ്മൾ സാധാരണ പറയുമ്പോൾ പറയും എ ഇ ഐ ഒ യു എന്ന് പറയും അല്ലെ, വവ്വൽ ശബ്ദങ്ങൾ. അപ്പോൾ വേറെയും വവ്വലുകൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ നോക്കുക, ഇവിടെ ഏളി എന്ന എ അല്ലെ, എ എന്നുള്ളതാണ്. അപ്പോൾ എ ഏളി എന്ന് പറയില്ല. അപ്പം എങ്ങനെ കറക്റ്റ് ചെയ്യാം? അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എ മാറ്റിയിട്ട് ആൻ ആക്കണം. കാരണം അതിനുശേഷം വരുന്ന വേർഡ് വവ്വൽ ശബ്ദമാണ്. ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. കലാം പറയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാത്തമാറ്റിക്സിനോട് ഞാനൊരു പ്രത്യേക അഭിരുചി, താല്പര്യം ഞാൻ കാണിച്ചിരുന്നു. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ. എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. എന്ത്? ടു ടേക്ക് ട്യൂഷൻ. നിങ്ങൾക്ക് ട്യൂഷൻ്റെ സ്പെല്ലിംഗ് അറിയോ? അതാണ് അവിടുത്തെ തെറ്റ്. അടുത്ത മിസ്റ്റേക്ക് ട്യൂഷനാണ്, TUITION. അപ്പോൾ അവിടെ TU കഴിഞ്ഞിട്ടുള്ള ഐ ഇല്ല. അപ്പോൾ TUITION, ട്യൂഷൻ ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. മൈ ടീച്ചർ ഹാസ് കഴിഞ്ഞിട്ടാണ് ഡാഷ്. ഇനി പാസേജ് നിങ്ങൾ മൊത്തം ശ്രദ്ധിച്ചു നോക്കൂ. ഈ പാസേജിന്റെ ടെൻസ് പാസ്റ്റ് ടെൻസാണ്. ഈ ലാസ്റ്റിലെ ഹാസ് ഒഴികെ അല്ലേ. ഒന്നാമത്തെ വരിയിൽ മൈ ന്യൂ ജോബ് ഹാഡ് ടു ബി ഫിറ്റഡ് ഇൻ ടു മൈ റെഗുലർ റൂട്ടീൻ. ഇനി രണ്ടാമത്തെ വരിയിൽ എമംഗ് മൈ സിബ്ലിങ്സ് ആൻഡ് കസിൻസ് ഐ ഹാഡ്, അതും പാസ്റ്റ് ആണ്. ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. ഇനി അടുത്ത വരിയിലോ മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണത്, അതും പാസ്റ്റ് ആണ്. ടേക്ക് ട്യൂഷൻ ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. സോ മൈ ടീച്ചർ had a condition that we should reach his home at dawn after having taken a bath. നോക്കൂ, അടുത്ത് നമ്മളുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോൺവെർസേഷൻ ഫില്ല് ചെയ്യാം. ഇവിടെ 3 ഭാഗത്ത് ഫില്ല് ചെയ്യണം. നമുക്ക് ലഭിക്കുന്ന മാർക്ക് 3 മാർക്ക്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് മദർ. കലാമും മദറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ആദ്യം പറയുന്നത് മദറാണ്. മദർ പറയാണ്. എന്താ മദർ പറയുന്നത് അറിയോ? വാട്ട് ആർ യു തിങ്കിങ് ഓഫ് സോ ഡീപ്ലി. എന്താണ് കലാം താൻ ഇത്ര ആഴത്തില്, ഇത്ര ഡീപ്പായിട്ട് ചിന്തിക്കുന്നത്? എന്താണ് താൻ ഇത്ര ഡീപ്പായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിലാണ് ആ ചോദ്യം. വാട്ട് ആർ യു തിങ്കിങ് ഓഫ് സോ ഡീപ്ലി. കലാം മറുപടി പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെയാണ് മറുപടി പറയുന്നത്. ഐ ആം പ്ലാനിങ് ടു ടേക്ക് അപ്പ് എ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ഐ ആം പ്ലാനിങ് ടു ടേക്ക് അപ്പ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. പത്രവിതരണം ഏറ്റെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മദർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവിടെ നമ്മളൊരു WH ക്വസ്റ്റ്യൻ എഴുതണം, ഒരു ഫുൾ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് കലാം പറയുന്ന മറുപടി ഏതാ? ഐ ആം ടേക്കിംഗ് ഇറ്റ് അപ്പ് ബിക്കോസ് ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തെ എനിക്ക് സഹായിക്കണം, ബിക്കോസ് അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ഏറ്റെടുക്കുന്നത്. അപ്പൊ എന്തായിക്കാരം അമ്മ ചോദിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് താൻ ഈ ജോലി ഏറ്റെടുക്കുന്നത്? എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ ഉത്തരം തുടങ്ങുന്നത് ഐ ആം ടേക്കിംഗ് ഇറ്റ് അപ്പ്. അപ്പൊ എന്തുകൊണ്ട് താൻ ഇത് ഏറ്റെടുക്കുന്നു? എങ്ങനെ ചോദിക്കാം? എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ ഈ ഉത്തരം തുടങ്ങിയത് പ്രസന്റ് കണ്ടിന്യൂസിലാണ്. ഈ ചോദ്യം പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ കൊടുക്കാം. എങ്ങനെ? വൈ ആർ യു, എന്തുകൊണ്ട്? വൈ ആർ യു ടേക്കിംഗ് ഇറ്റ് അപ്പ്, എന്തുകൊണ്ടാണ് നീ ഈ ജോലി ഏറ്റെടുക്കുന്നത്? വൈ ആർ യു, എന്തുകൊണ്ട് അല്ലെ, എന്തുകൊണ്ട് നീ. വൈ ആർ യു ടേക്കിംഗ് ഇറ്റ്, ഇറ്റ് മീൻസ് ഈ ജോലി അല്ലെ, ഇറ്റ്. ടേക്കിംഗ് ഇറ്റ് അപ്പ്, ഈ ജോലി നീ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്? അപ്പൊ അതിന്റെ മറുപടിയാ പറഞ്ഞത് ഐ ആം ടേക്കിംഗ് ഇറ്റ് അപ്പ് ബിക്കോസ് ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ അമ്മ ഇത് കേട്ട് അമ്മ പറയാണ് ദാറ്റ് ഈസ് ഗുഡ്, നല്ല കാര്യമാണത്. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്റ്റഡീസ് ആർ നോട്ട് അഫക്റ്റഡ്. പക്ഷെ നിന്റെ പഠനത്തെ ബാധിക്കൂല എന്ന് നീ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അപ്പൊ കലാം എന്തേ പറഞ്ഞു? ഷുവർ, തീർച്ചയായിട്ടും. ഐ വിൽ നീഡ് ടു ഫ്രഷ് അപ്പ് ആൻഡ് റീച്ച് ദ ടീച്ചേഴ്സ് ഹൗസ് ബൈ 4 AM അറ്റ്ലീസ്റ്റ്. അതായത് ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ ഫ്രഷ് അപ്പ് എല്ലാം കഴിഞ്ഞിട്ട്
ഞാൻ 4 മണിക്ക് എന്ത് ചെയ്യണം, ടീച്ചറുടെ വീട്ടിലേക്ക് ഞാൻ എത്തണം. അപ്പം മദർ പറയാണ് 4 മണിക്ക് വീട്ടിലേക്ക് എത്തണം. ദെൻ അപ്പോ യു ഹാഡ് ബെറ്റർ, നിനക്ക് നല്ലത്. അങ്ങനെ 4 മണിക്ക് എത്തണമെങ്കിൽ എന്തു വേണം, 3 മണിക്കെങ്കിലും എന്ത് ചെയ്യണം, എണീക്കണം. അപ്പൊ എങ്ങനെ പറയാ, ദെൻ യു ഹാഡ് ബെറ്റർ വേക്കപ്പ് അറ്റ് 3 AM എവറി ഡേ. ഇനി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട, ഇത് എഴുതാൻ നേരെ താഴെ നോക്കൂ. അമ്മ പറഞ്ഞപ്പോ അതിനോട് കലാം യോജിച്ച് പറയുന്ന ഡയലോഗ് നോക്കൂ. കലാം പറയാണ് ഐ ആം റെഡി ടു വേക്കപ്പ് അറ്റ് 3 AM എവറി ഡേ. എല്ലാ ദിവസവും 3 മണിക്ക് എണീക്കാൻ ഞാൻ റെഡിയാണ്. അപ്പൊ അമ്മ എന്തേക്കാരം പറയാ, നീ 3 മണിക്ക് എന്ത് ചെയ്യണം, എണീക്കണം അല്ലെ, എണീക്കണം എന്നാലും ശരിയാവും. യു ഹാവ് ബെറ്റർ, നിനക്ക് നല്ലത്. അപ്പൊ എന്ത് ചെയ്യണം, ആ താഴത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ടു ഒഴിവാക്കണം. ഒരിക്കലും ഹാഡ് ബെറ്ററിന്റെ കൂടെ നിങ്ങൾ ടു ചേർക്കരുത്. അപ്പൊ മദർ പറയാണ് ഇഫ് യു ഗെറ്റ് അപ്പ് ബൈ ദെൻ, ആ സമയത്ത്, അപ്പോ 3 മണിക്ക് നീ എണീക്കുകയാണെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കുക കണ്ടീഷണൽ ക്ലോസ് ആണ്, ഈഫ് ക്ലോസ് ആണ്. ഈഫ് ക്ലോസിൽ വന്നിരിക്കുന്നത് ഗെറ്റപ്പ് പ്രസന്റ് ആണ് അല്ലെ. ഗെറ്റപ്പ് പറഞ്ഞ എന്താ, പ്രസന്റ്, V1 വെർബാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യണം. എങ്ങനെ മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യേണ്ടത്, ഒന്നുകിൽ നമ്മൾ സബ്ജക്റ്റിന് ശേഷം വില്ല്, അല്ലെങ്കിൽ ഷാള്, അല്ലെങ്കിൽ ക്യാന്, അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ശ്രദ്ധിക്കുക. അപ്പൊ നോക്കൂ, ഇഫ് യു ഗെറ്റ് അപ്പ്, ഇനി നോക്കുക V1 വന്നാൽ സബ്ജക്റ്റിന് ശേഷം വില്ലോ വുഡോ അങ്ങനെ പ്ലസ് V1 എഴുതണം. എന്നാൽ ഈ ക്ലോസിന്റെ കൂടെ ആ യു എന്ന് കഴിഞ്ഞിട്ട് ഗെറ്റപ്പിന് പകരം ഗോട്ടപ്പ് ആണെങ്കിലോ, പാസ്റ്റ് വരികയാണെങ്കിലോ, നമ്മൾ ആ വില്ല് മാറ്റുക വുഡ് പ്ലസ് V1, അല്ലെങ്കിൽ ഷുഡ് പ്ലസ് V1, അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ഒക്കെ എഴുതണം. അതായത് ഈഫിന് ശേഷം V2 വരികയാണെങ്കിൽ. ഇനി ഒന്നും കൂടി നോക്കാണ്ട്, ഏതാത്, ഈഫിന് ശേഷം ഹാഡ് പ്ലസ് V3, അതായത് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് V3 അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം, സബ്ജക്റ്റിന് ശേഷം നമ്മൾ വുഡോ വുഡോ അല്ലെങ്കിൽ കുഡോ മൈറ്റ് ഇതിലേതെങ്കിലും ഒന്ന്, അത് കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് V3 എഴുതണം. ഹാവ് പ്ലസ് V3 നമ്മൾ എഴുതണം. നമ്മൾ ശ്രദ്ധിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് എഴുതിയാൽ മതി, വില്ല് പ്ലസ് V1 ഓർ ക്യാൻ പ്ലസ് V1. നമുക്ക് ഇവിടെ എന്ത് എഴുതിയാൽ മതി, വില്ല് പ്ലസ് V1 എഴുതിയാൽ മതി. ദെൻ വൈ, ഇവിടെ വന്നിരിക്കുന്നത് ഗെറ്റപ്പ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എന്ത്, ഇഫ് യു ഗെറ്റ് അപ്പ് ബൈ ദെൻ, താൻ അപ്പ എണീക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, യു ക്യാൻ മാനേജ് ഇറ്റ്, നിനക്കിത് മാനേജ് ചെയ്യാൻ കഴിയും. യു ക്യാൻ മാനേജ്, യു വിൽ മാനേജ് എവരിത്തിങ്, നിനക്ക് എല്ലാം മാനേജ് ചെയ്യാം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും. അപ്പൊ കലാം പറയാണ് നൗ ഐ ആം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആൻസർ ഉണ്ടാക്കാം. എങ്ങനെ, ഇഫ് യു ഗെറ്റ് അപ്പ് ബൈ ദെൻ, ഇനി ഐ വിൽ ബി ഏബിൾ എന്നുള്ളതല്ലേ, കാരണം അമ്മ പറയല്ലേ, അമ്മയാണ് പറയുന്നത്. അപ്പൊ ഐ എന്താക്കി മാറ്റുക, യു ആക്കി മാറ്റിയിട്ട് യു വിൽ ബി ഏബിൾ. അവിടെ വില്ല് പ്ലസ് ബി എന്നുള്ളത് എന്താണ്, V1 വെർബ് ബി. യു വിൽ ബി ഏബിൾ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് പറയാൻ പറ്റും, നമ്മളുടെ ഇഷ്ടത്തിന് എന്ത് പറയാൻ പറ്റും, അങ്ങനെ താൻ എണീക്കുകയാണെങ്കിൽ യു വിൽ മാനേജ്, താൻ മാനേജ് ചെയ്യും. അല്ലെങ്കിൽ യു ക്യാൻ മാനേജ്, തനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തത്. അതായത് പാലക്കാട് ജില്ലയിൽ അവധി ഉണ്ടായ സമയത്ത് മറ്റു ജില്ലകളിൽ എക്സാം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി പാലക്കാട് ജില്ലയിൽ എക്സാം വരുമ്പോൾ നമുക്ക് ഇതൊരു മോഡലായിട്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നല്ല, ജസ്റ്റ് നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും, നമുക്ക് ഇതിൽ നിന്നും ഒരു ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാ ആളുകളും വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.